അപ്പോൾ ഇന്ന് നല്ല പനിയും കൂടെ നല്ല തൊണ്ടവേദന ആയതുകൊണ്ട് ഓഫീസിൽ പോയില്ല, ലീവ് എടുത്തിട്ടാം. അപ്പോൾ എല്ലാവരും പോയി സ്കൂളിലും ജോലിക്കൊക്കെ പോയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പം ഞാൻ എന്തായാലും ഒരു ഇഞ്ചി ചായ തിളപ്പിച്ച് കുടിക്കാമെന്ന് വെച്ചാൽ തൊണ്ടയ്ക്കും നല്ല സുഖമില്ല. അങ്ങനെ ഒരു പാൽ ചായ ഇട്ടു, അതിൽ കുറച്ച് ഇഞ്ചി ചതച്ചിട്ടുണ്ട് കേട്ടോ, തൊണ്ടയ്ക്കും ഇത്തിരി ആശ്വാസം കിട്ടട്ടെന്ന് ഓർത്ത്. അപ്പം അച്ഛനുണ്ടായിരുന്ന വീട്ടിൽ, അപ്പം അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചായ വെച്ചത്. അങ്ങനെ സൗണ്ട് തീരെ ഇല്ല. അപ്പം അതൊക്കെ അങ്ങനെ കുടിച്ച് തൊണ്ട ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ, കാരണം നല്ല ബോഡി പെയിനും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചേക്കാമെന്ന് ഓർത്ത്. അപ്പോൾ മുഖമൊക്കെ പനിയായതുകൊണ്ട് എന്തോ പോലെ ഇരിക്കണോണ്ട് കുറച്ച് സൺസ്ക്രീൻ വാരി തേക്കണുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്നും ഒരു ലിപ് ബാം ഇടട്ടോ, ചുണ്ടൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ദേ റെഡിയായി. നമ്മുടെ കേശഭാരം കണ്ടില്ലേ, ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ എല്ലാ മുടിയും കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായിട്ട് കഴിഞ്ഞു. അപ്പം നമുക്കിനി പോയാലോ. അപ്പോൾ വേറൊരു സംഭവം കാണിക്കാനുണ്ട്. ഞാൻ നല്ല പുതിയ ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഇപ്പം കാണിച്ചത് എനിക്കൊന്ന് അക്ഷയ കയറണം, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇതാണ്ട് ഇന്നലെ ഞാൻ വാങ്ങിച്ച ഹെൽമെറ്റ്. പഴയ ഹെൽമെറ്റ് തീരെ മോശമായി. അപ്പോൾ അങ്ങനെ പുതിയ ഹെൽമെറ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതിന്ന് ഓപ്പൺ ചെയ്തു. അപ്പം ഇന്ന് പനിയുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഓപ്പൺ ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ വെച്ച് സെറ്റായി വാ, അപ്പോൾ നമുക്ക് പോവാമല്ലേ. അപ്പോൾ വീടൊക്കെ പൂട്ടി അച്ഛനും പുറത്തേക്ക് പോയിട്ടോ. വീടൊക്കെ പൂട്ടി ഞാൻ ഇറങ്ങണേണ്. അപ്പോൾ നമ്മുടെ ഈ വശത്തെ മരം, അതായത് വിഷ്ണുവിൻ്റെയൊക്കെ വീട്ടിലെ കൊന്നമരമൊക്കെ വെട്ടിയിട്ടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് പഞ്ചായത്തിൽ കയറാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഞ്ചായത്തിലും കയറി എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടാം. വെറുതെ ഇരുന്നില്ല, കുറച്ച് തുണിയൊക്കെ അലക്കാണ്ട് അതൊക്കെ അലക്കി ഇതാ ഉണങ്ങാനൊക്കെ കിട്ടും, നല്ല വെയിലല്ലേ. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ബോറടി ഇല്ല കേട്ടോ, ജോലി ഓരോന്നും ചെയ്യുന്നുണ്ട്, ബോറടിയൊന്നും ഇല്ല. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് റോട്ടിലോട്ട് കാഴ്ചയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തതേ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പം ഫുഡ് വിശപ്പില്ല, എന്നാലും കുറച്ച് ചോറെടുത്തു, വൻപയറും പിന്നെന്താ ചാള ഓർത്തത്. പിന്നെ ഇത് ചാളയുടെ മുട്ടയുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു എന്ന് പറഞ്ഞാലും കുറച്ചേ കഴിച്ചുള്ളൂ, ബാക്കിയാക്കി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓടി നടന്ന് എല്ലാ തുണികളും വേഗം അവസാനം വണ്ടിക്ക് കവറിന നേരം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് നനഞ്ഞിട്ട്. അങ്ങനെ മഴ നല്ല അടിപൊളിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല കാറ്റും ഉണ്ട്, നല്ല സൂപ്പർ മഴയാണ് കേട്ടോ, നല്ല കോരിച്ചൊരിയണ മഴ. അപ്പോൾ എൻ്റെ തുണികളെല്ലാം ഭാഗത്തിനെല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മുടെ മഴ പെയ്തത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫൊക്കെ ആയിട്ട് ഇരിക്കട്ടെ.